ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ വിതരണത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നു. എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ സ്പെഷ്യൽ പഞ്ചസാര ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഓരോ കാർഡിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഈ ഓണക്കാലം പ്രമാണിച്ച് വിതരണം ചെയ്യുവാനുള്ളത്. അതുപോലെ തന്നെ ഓണക്കിറ്റ് വിതരണം ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുവാൻ പോകുന്നു. എല്ലാ റേഷൻ കാർഡ് ഉടമകളും സംസ്ഥാനത്തെ മുഴുവൻ മഞ്ഞ, പിങ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡുകൾ, അതുപോലെ തന്നെ PHH പിങ്ക് കാർഡ് ഉടമകൾ, BPL നീല, അതുപോലെ തന്നെ ബ്രൗൺ റേഷൻ കാർഡ് പൂർണ്ണമായും തന്നെ ഈ വാർത്ത ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം ഓഗസ്റ്റ് മാസം 5-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുന്നു. ഒരാഴ്ച കാലമായിട്ട് കാലവർഷം രൂക്ഷമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് പല ആളുകൾക്കും റേഷൻ വാങ്ങുവാൻ സാധിക്കാത്ത കാരണങ്ങൾ, തടസ്സങ്ങൾ നേരിട്ടതായി സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെ നീട്ടി നൽകിയത്. എന്നാൽ ഇതിനെ തുടർന്ന് ഓഗസ്റ്റ് മാസം റേഷൻ വിതരണം 5-ാം തീയതി മുതൽ ആരംഭിച്ചു. ജൂലൈ മാസത്തിൽ 2 ദിവസം സൂചനാ പണിമുടക്ക് നടത്തുവാനിരുന്ന റേഷൻ വ്യാപാരികൾ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം പകുതിയോടെ തന്നെ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും പരമാവധി നേരത്തെ തന്നെ റേഷൻ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ലെങ്കിലും റേഷൻ കാർഡ് ഉടമകൾക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേക ഭക്ഷ്യവിഹിതം അനുവദിക്കുന്നതായിരിക്കും. ഓണത്തിന് എത്ര കിലോ അരി അധികം നൽകണമെന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. നിലവിലെ നീക്കിയിരിപ്പിന് അനുസരിച്ച് അതത് കണക്കായിരിക്കും വിഹിതം നിശ്ചയിക്കുന്നത്. ഏറ്റവും കുറവുള്ള നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കാലത്തേക്ക് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് റേഷൻ ഭക്ഷ്യധാന്യം അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുവരെയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട അനുകൂലമായ നടപടികൾ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം 5 കിലോ അരി വീതമാണ് നീല റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകിയത്. സ്പെഷ്യൽ അരിയായിട്ട് പ്രത്യേകം അനുവദിച്ചിരുന്നത്. ഇത്രയും അരി നൽകുവാനുള്ള ഭക്ഷ്യധാന്യം ഉണ്ടാകുമോ എന്നതിൽ ആശങ്കയും കഴിഞ്ഞ വർഷം തോറും ഉണ്ടായിരുന്നു. 10 കിലോ അരി ആണ് വെള്ള കാർഡ് ഉടമകൾക്ക് സാധാരണ റേഷൻ വിഹിതമായി നൽകിയിരുന്നത്. എന്നാൽ ആവശ്യത്തിന് ഇപ്പോൾ അരിയില്ലാത്തതിനാൽ തന്നെ ഏതാനും മാസമായിട്ട് 5 കിലോ അരി നൽകാനേ കഴിയുന്നുള്ളൂ. സംസ്ഥാനത്ത് 52 ലക്ഷത്തോളം കാർഡ് ഉടമകൾ വെള്ള കാർഡിലും നീല വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരാണ്. സംസ്ഥാനത്തെ കഴിഞ്ഞ 2 മാസമായി റേഷൻ വാങ്ങുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. മെയ് മാസത്തിൽ 77 ലക്ഷത്തോളം ആളുകളാണ് റേഷൻ വാങ്ങിയത്. ജൂൺ മാസം ആയപ്പോഴേക്കും 79 ലക്ഷം പേരും, ജൂലൈയിൽ അത് 78 ലക്ഷത്തോളം ആളുകളും വാങ്ങുന്നുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഇത്തവണ ഓണത്തിന് മുൻപ് സൗജന്യ ഓണക്കിറ്റ് വിതരണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു. ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവയൊക്കെ സപ്ലൈകോ ഓണത്തിന് മുൻപായിട്ട് തന്നെ വിതരണം ആരംഭിക്കുവാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. സാധനങ്ങൾ അളവിൽ ഉൾപ്പെടുത്തണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല. അത് ചർച്ചയ്ക്ക് ശേഷം ആയിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുക എന്നാണ് വിവരം. കഴിഞ്ഞ വർഷം 5,87,691 മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് 20,000-ഓളം ആളുകൾ ഉൾപ്പെടുന്ന അന്തേവാസികൾക്ക് ഓണക്കിറ്റ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇവയ്ക്കായിട്ടുള്ള സാധനങ്ങളും ലഭ്യമാക്കണമെങ്കിൽ കരാറുകാരുടെ കുടിശ്ശികയും പകുതിയെങ്കിലും നൽകുവാൻ സാധിക്കണം. നിലവിൽ 600 കോടിയോളമാണ് ഇപ്പോൾ കുടിശ്ശിക ആയിട്ടിരിക്കുന്നത്. ഏതൊക്കെ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കാം എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. എന്നാൽ ഓണക്കാലത്ത് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചർച്ച നടത്തുവാനാണ് സർക്കാരിന്റെ നീക്കം.